നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കളിക്കുന്ന സമയത്ത് പലപ്പോഴും സംഭവിക്കാറുള്ളതാണ് കാൽക്കുലേഷൻ മിസ്റ്റേക്ക്. ഇങ്ങനെയൊരു തെറ്റ് സംഭവിക്കുമ്പോൾ ചില സമയങ്ങളിൽ ഓപ്പോണൻ്റ് അത് കണ്ടുപിടിച്ചുകൊണ്ട് ആ നീക്കത്തെ പ്രതിരോധിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും തെറ്റ് മനസ്സിലാക്കാതെ വളരെ പെട്ടെന്ന് തന്നെ പരാജയപ്പെടുന്ന ഒരവസ്ഥയും ഉണ്ടാകാറുണ്ട്. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. ക്യൂൻ E7, റൂക്ക് ടേക്സ് D1 ചെക്ക്. ഇപ്പോൾ റൂക്ക് ടേക്സ് D1 പകരം റൂക്ക് D2 എന്ന നീക്കം നടത്തുകയായിരുന്നു ബ്ലാക്കിൻ്റെ ശരിയായ നീക്കം. റൂക്ക് ടേക്സ് D1, ക്യൂൻ E2. ക്യൂൻ ഉപയോഗിച്ച് ഒരു ബാക്ക് റാങ്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമം നടത്തുന്നു. ക്യൂൻ ടേക്സ് F8 ചെക്ക്. കിങ് ടേക്സ് F8, ക്യൂൻ D8 ചെക്ക് മേറ്റ്. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്ക് റൂക്ക് ടേക്സ് D1 എന്ന നീക്കത്തിന് പകരം റൂക്ക് D2 എന്ന നീക്കം നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. റൂക്ക് D2, റൂക്ക് ഉപയോഗിച്ച് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കില്ല. റൂക്കിനെ ക്യാപ്ചർ ചെയ്താൽ ക്യൂൻ ടേക്സ് C1 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിക്കും. നൈറ്റ് ടേക്സ് G7, നൈറ്റ് ഉപയോഗിച്ച് G7-ലിരിക്കുന്ന പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. ബിഷപ്പ് C8, ബിഷപ്പ് ഉപയോഗിച്ച് F5-ലിരിക്കുന്ന നൈറ്റിനെ ആക്രമിക്കുന്നു. എല്ലാ പീസുകളും ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ ഈ ഒരു സാഹചര്യത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ ബ്ലാക്കിന് സാധിക്കും. റൂക്ക് B1, റൂക്ക് ഉപയോഗിച്ച് ക്യൂനിനെ ആക്രമിക്കുന്നു. നൈറ്റ് E3. ഇപ്പോൾ വൈറ്റിന് റൂക്ക് ഉപയോഗിച്ച് ക്യൂനിനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കില്ല. കാരണം റൂക്ക് ടേക്സ് D1 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. F2-ലിരിക്കുന്ന പോൺ ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെ ക്യാപ്ചർ ചെയ്താൽ റൂക്കും ക്യൂനും ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിക്കും. റൂക്ക് E1, റൂക്ക് ഉപയോഗിച്ച് നൈറ്റിനെ ആക്രമിക്കുന്നു. റൂക്ക് E2, റൂക്ക് E2 എന്ന നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിനെ സംരക്ഷിക്കുന്നു. പോൺ H3. ഇനി വൈറ്റിന് റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കും. ബിഷപ്പ് ടേക്സ് F5, നൈറ്റ് ടേക്സ് F5. ഇപ്പോൾ ക്യൂന് ബ്ലാക്ക് ഡയഗണലിൽ നിന്നും മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തുകയാണെങ്കിൽ വൈറ്റിനൊരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. നൈറ്റ് ടേക്സ് F5, ക്യൂൻ G5 ചെക്ക്. ക്യൂൻ G7, ക്യൂൻ ടേക്സ് G7, കിങ് ടേക്സ് G7, റൂക്ക് ടേക്സ് G7. ഈ ഒരു പൊസിഷനും വൈറ്റിന് പ്ലസ് ആണ്. അറ്റാക്ക് അവസാനിക്കുന്ന സമയത്ത് ഒരു പോൺ ലീഡാവുകയും നൈറ്റിനെതിരെ റൂക്ക് എക്സ്ചേഞ്ച് അപ്പ് ആവുകയും ചെയ്യുന്നു. ഈ ഒരു പൊസിഷനിൽ വൈറ്റിന് വിജയിക്കുവാൻ സാധിക്കും. നൈറ്റ് D4, നൈറ്റ് ഉപയോഗിച്ച് റൂക്കിനെ ആക്രമിക്കുന്നു. റൂക്ക് E3, F6, F4. കിങ്ങിൻ്റെ മുന്നിലോട്ടുള്ള നീക്കങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നു. C5, പോൺ ഉപയോഗിച്ച് നൈറ്റിന് ഒരു സംരക്ഷണം നൽകുന്നു. കിങ് F2, വൈറ്റിൻ്റെ കിങ്ങിനെ വളരെ പെട്ടെന്ന് തന്നെ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തിലെത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. കിങ് E6, റൂക്ക് D3, പോൺ F5, വൈറ്റിൻ്റെ പോൺ സ്ട്രക്ചർ നശിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു. റൂക്ക് C3, റൂക്ക് ഉപയോഗിച്ച് C5-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. കിങ് D6, കിങ് ഉപയോഗിച്ച് പോണിന് ഒരു സംരക്ഷണം നൽകുന്നു. E5 ചെക്ക്. കിങ് D5,
റൂക്ക് C1 വൈറ്റിൻ്റെ രണ്ട് റൂക്കുകളും ഉപയോഗിച്ചുകൊണ്ട് C5-ൽ ഇരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. നൈറ്റ് E6 നൈറ്റ് ഉപയോഗിച്ച് C5-ൽ ഇരിക്കുന്ന പോണിനെ സംരക്ഷിക്കുന്നു. റൂക്ക് D1 ചെക്ക്. നൈറ്റ് D4 നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. റൂക്ക് B3 നൈറ്റ് പിന്നിങ്ങിലായതുകൊണ്ട് B5-ൽ ഇരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. കിങ് C6 എന്ന നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിനെ പിന്നിങ്ങിൽ നിന്നും സംരക്ഷിക്കുന്നു. റൂക്ക് G3 റൂക്കിനെ ഓപ്പൺ ഫയലിലെത്തിക്കുന്നു. റൂക്ക് E8 റൂക്ക് G7 റൂക്ക് ഉപയോഗിച്ച് H7-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. റൂക്ക് A8 A3-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. റൂക്ക് D3 റൂക്ക് ഉപയോഗിച്ച് പോണിന് ഒരു സംരക്ഷണം നൽകുന്നു. പോൺ H5 റൂക്ക് H7 റൂക്ക് H4 കിങ് E3 ഈ ഒരു പൊസിഷനിൽ എല്ലാ പീസുകളെയും സമനിലയിൽ ക്യാപ്ചർ ചെയ്യുവാൻ സാധിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ വൈറ്റിന് ഒരു വിജയം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. B4 A takes B4 വൈറ്റിൻ്റെ ഐസൊലേറ്റഡ് പോൺ ഉപയോഗിച്ചുകൊണ്ട് B4-ലിരിക്കുന്ന പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. റൂക്ക് ടേക്സ് B4 പോൺ G3. ഇപ്പോൾ വൈറ്റിൻ്റെയും ബ്ലാക്കിൻ്റെയും പോൺ സ്ട്രക്ചർ നോക്കിയാൽ മാത്രം മതി ഈ ഒരു പൊസിഷൻ വൈറ്റ് എത്രമാത്രം പ്ലസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ. എല്ലാ പീസുകളെയും സമനിലയിൽ ക്യാപ്ചർ ചെയ്യുവാൻ സാധിച്ചാൽ വൈറ്റിന് വിജയിക്കുവാൻ കഴിയും. കിങ് D5 റൂക്ക് D7 ചെക്ക്. കിങ് E6 റൂക്ക് D6 ചെക്ക്. കിങ് E7 റൂക്ക് 6 ടേക്സ് D4 C takes D4 റൂക്ക് ടേക്സ് D4 റൂക്ക് B6. ഇപ്പോൾ വൈറ്റിൻ്റെ രണ്ട് പോണുകൾ ലീഡുള്ളത് കൊണ്ട് പോൺ പ്രൊമോഷൻ നടത്തിക്കൊണ്ട് വൈറ്റിന് വിജയിക്കുവാൻ സാധിക്കും. റൂക്ക് D6 റൂക്ക് B3 ചെക്ക്. റൂക്ക് D3 റൂക്ക് ഉപയോഗിച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. റൂക്ക് B2 റൂക്ക് A3 റൂക്ക് H2 റൂക്ക് A7 ചെക്ക്. കിങ് E6 H4 റൂക്ക് B2 റൂക്ക് H7 H5-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. റൂക്ക് B3 ചെക്ക്. കിങ് F2 റൂക്ക് B8 റൂക്ക് ടേക്സ് H5 റൂക്ക് B2 ചെക്ക്. കിങ് F1 റൂക്ക് H2 റൂക്ക് H6 കിങ് D7 റൂക്ക് F5 R B2 H5 കിങ് E7 റൂക്ക് ടേക്സ് F5 റൂക്ക് B4. ഇനി ഈ ഒരു പൊസിഷൻ നിഷ്പ്രയാസം വൈറ്റിന് വിജയിക്കുവാൻ സാധിക്കും. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.